मैं तो आशिक हूँ नबी का, 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 मैं तो आशिक हूँ नबी का। जिस सरवर में मुझे खोया हुआ रहने दो, इससे दुनिया जो कपा है तो कपा रहने दो। जिस सरवर में मुझे खोया हुआ रहने दो, इससे दुनिया जो कपा है तो कपा रहने दो। या मोहम्मद का वजीफा। अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुहू। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला अशरफिल मखलूकीन व आलि कुल्लि वस्सहाबति अजमईन अम्मा बाद। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। वक़ाल रसूलुल्लाहि सल्लल्लाहु अलैहि वसल्लम बदअल इस्लाम गरीबन व सयऊदु कमा बदअ फतूबा लिलगुरबा। अशरफुल खल्क़ मुहम्मदुर रसूलुल्लाहि सल्लल्लाहु अलैहि वसल्लം। ഏറ്റവും ബഹുമാനമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, ചൂരപ്പെട്ട എന്ന ഈ മനോഹരവും മാധുര്യവുമേറിയ ഈ നാട്ടിൽ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പഠിക്കാനും പ്രചരിപ്പിക്കാനും അതിനെ പ്രകീർത്തിക്കാനും വേണ്ടി സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമികമായ നസീഹത്ത് വഅദ് പരിപാടിയും അതോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ഈ നാട്ടിലെ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ചൂരപ്പെട്ട ശാഖ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച ഏറ്റവും മനോഹരവും സവിശേഷത ഉള്ളതുമായ ഒരു സുവനീർ അതിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഇവിടെ പ്രകാശന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ അൽഫ മറ. പരിശുദ്ധമായ ഇസ്ലാം മതം അത് അല്ലാഹുവിന്റെ മതം ആണ്. അല്ലാഹു പൊരുത്തപ്പെട്ട ദീൻ ആണ്. അതിന്റെ പ്രചാരകനും പ്രവർത്തകനും ബുദ്ധിയും അതിന്റെ ഉത്ഭവവും സ്ഥിരാകേന്ദ്രവും അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ഏതേത് പ്രതിസന്ധികൾ, ഏതേത് പ്രയാസങ്ങൾ, ഏതേത് ശത്രുതകൾ ലോകത്ത് വന്നാലും അതിനെയെല്ലാം അതിജയിക്കാനും പിടിച്ചു നിൽക്കാനുമുള്ള കഴിവ് അല്ലാഹുവിന്റെ ദീനിനുണ്ട്. അല്ലാഹു അവന്റെ ഖുർആനിൽ ഈ കാര്യം നമ്മെ അറിയിച്ചു. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, നിശ്ചയം ഈ വേദഗ്രന്ഥത്തെ ഇറക്കിയവൻ ഞാനാണ്. വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ഈ വേദഗ്രന്ഥത്തെ സംരക്ഷിക്കുന്നവനും ഞാനാണ്. ഈ വേദഗ്രന്ഥത്തെ ഇറക്കിയവൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ, അതാണ് ദീനുൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, മൗനാനുവാദങ്ങൾ, അതിനാണ് നാം ഹദീസുകൾ എന്ന് പറയുന്നതെങ്കിൽ പ്രവാചകരുടേതായി ലോകത്ത് ക്രോഡീകരിക്കപ്പെട്ട 10 ലക്ഷത്തിൽ ചില്ലാനം വരുന്ന ഹദീസുകൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വചനങ്ങളായ
അള്ളാഹുവിന്റെ ബുദ്ധിയായ നിർദ്ദേശങ്ങളായ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളാണ് ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതേത് പ്രവൃത്തിയായാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതേത് വചനങ്ങളായാലും അത് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങൾ മാത്രമാണ്. ഖുർആനിന് വിരുദ്ധമായ ഒരു ഹദീസ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല. ഖുർആനിനെതിരായ ഒരു ഹദീസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങളാണ് ഹദീസുകൾ. അതിന്റെയും വിശദീകരണങ്ങളാണ് അഇമ്മത്ത് മുജ്തഹിദ് മഹാന്മാരുടെ വ്യാഖ്യാനങ്ങൾ. അതിന്റെയും വിശദീകരണങ്ങളാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ ജീവിതങ്ങൾ, സലഫ് സാലിഹീങ്ങളുടെ ജീവിതങ്ങൾ. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഖുർആനാണ്. അള്ളാഹുവിന്റെ ബുദ്ധിയായ നിർദ്ദേശങ്ങളായ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളാണ് ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതേത് പ്രവൃത്തിയായാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതേത് വചനങ്ങളായാലും അത് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങൾ മാത്രമാണ്. ഖുർആനിന് വിരുദ്ധമായ ഒരു ഹദീസ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല. ഖുർആനിനെതിരായ ഒരു ഹദീസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങളാണ് ഹദീസുകൾ. അതിന്റെയും വിശദീകരണങ്ങളാണ് അഇമ്മത്ത് മുജ്തഹിദ് മഹാന്മാരുടെ വ്യാഖ്യാനങ്ങൾ. അതിന്റെയും വിശദീകരണങ്ങളാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ ജീവിതങ്ങൾ, സലഫ് സാലിഹീങ്ങളുടെ ജീവിതങ്ങൾ. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഖുർആനാണ്. നിങ്ങൾ കണ്ടോ? അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, നിശ്ചയം ഈ ഖുർആനിനെ ഇറക്കിയവൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ ദീനിനെ ഇറക്കിയവൻ ഞാൻ തന്നെയാണ്. വഇന്നാ ലഹു ലഹാഫിദൂൻ, ലോകാവസാനം വരെ അതിനെ സുരക്ഷിതത്വത്തോടെ സൂക്ഷിക്കുന്നവനും ഞാനാണ്. എല്ലാ നിലക്കുമുള്ള പ്രൊട്ടക്ഷൻ അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാ നിലക്കുമുള്ള പ്രൊട്ടക്ഷൻ. കലാപകലുഷിതമായ പ്രശ്നസങ്കീർണമായ ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മളിവിടെ വയലു പറയുന്നതും കേൾക്കുന്നതും. 2-3 ദിവസം മുന്നേ പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ബേനസീർ ഭൂട്ടോയെ തന്റെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഇടയിൽ വെടിവെച്ചോ ബോംബെറിഞ്ഞോ കൊലപ്പെടുത്തപ്പെട്ടു. നിങ്ങളെല്ലാം ആ വാർത്ത ലോകം മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കൊല്ലുന്നവനും കൊല ചെയ്യപ്പെടുന്നവനും ഇസ്ലാമായി മാറുന്നു. ലോകാടിസ്ഥാനത്തിൽ നാമൊന്ന് പറഞ്ഞു നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകാടിസ്ഥാനത്തിൽ എവിടൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടൊക്കെ മുസ്ലിങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലേ? അങ്ങനെയല്ലേ തോന്നുന്നത്? ഇറാഖിൽ പ്രശ്നം, അവിടെ ആരാ? മുസ്ലിങ്ങളാണ്. അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങളാണ്, അവിടെ ആരാ? മുസ്ലിങ്ങളാണ്. കാശ്മീരിൽ പ്രശ്നങ്ങളാണ്, അവിടെ ആരാ? മുസ്ലിങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിങ്ങൾ മാത്രം തിങ്ങി താമസിക്കുന്ന രാജ്യമെന്ന് പറയുന്ന പാകിസ്ഥാനിൽ പ്രശ്നമാണ്, അവിടെ ആരാ? മുസ്ലിങ്ങളാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഫലസ്തീനിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി പ്രശ്നമാണ്, അവിടെ ആരാ? മുസ്ലിങ്ങളാണ്. ഇറാഖിൽ പ്രശ്നമാണ്. അന്താരാഷ്ട്ര സമൂഹം ഇറാഖിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഉപരോധത്തിന്റെ മാർഗം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ആരാണ്? മുസ്ലിങ്ങളാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. എവിടെ മുസ്ലിങ്ങളുണ്ടോ അവിടൊക്കെ പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്. അല്ലേ മോനെ? വർത്തമാന കാലം നമ്മെ അറിയിക്കുന്നത് അങ്ങനെയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് പറയുന്നത്, ബദഅൽ ഇസ്ലാമു ഗരീബാ. ഇസ്ലാമിന്റെ ആവിർഭാവകാലം അത് ഒരു അനാഥയെ പോലെയാണ് ഉണ്ടായത്. ആരാരും സംരക്ഷിക്കാനില്ലാതെ, കാര്യമായ സഹായങ്ങളൊന്നുമില്ലാതെ, പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ തീച്ചൂളയിൽ നിന്നാണ് ഇസ്ലാം വളരുന്നത്. അതുണ്ടായതുപോലെ തന്നെ തിരിച്ചു പോകുന്ന ഒരു കാലം വരാനുണ്ട്. വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്ന മതം ഇന്ന് ലോകാടിസ്ഥാനത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ലോകത്തുള്ള 635.4 കോടി ജനങ്ങളിൽ 1-ാം നമ്പർ സമുദായമായി മുസ്ലിങ്ങൾ മാറിയിരിക്കുന്നു.
ഭൂമിയിലെ 6-ൽ ഒരാൾ മുസ്ലിമാണ്. ഭൂമി ലോകത്തുള്ള മനുഷ്യരിൽ 6-ൽ ഒരാൾ മുസ്ലിമാണ്. അത്ര കണ്ട് നമ്മുടെ അംഗസംഖ്യ വലുതായിട്ടുണ്ട്. സാമ്പത്തികമായി നാം പിറകിലല്ല. ലോകത്തിലുള്ള സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ ലോകത്തൊരു മതത്തിന് അഭിമാനിക്കാൻ കഴിയാത്ത നിലക്ക് 62ഓളം വരുന്ന മുസ്ലിം രാജ്യങ്ങളിൽ 52-ലധികം വരുന്ന രാജ്യങ്ങളും സാമ്പത്തികമായി സ്വയം പര്യാപ്ത നേടിയ നാടുകളാണ്. സുബ്ഹാനല്ലാഹ്. അംഗസംഖ്യയിൽ നാം പിറകിലല്ല, സാമ്പത്തിക രംഗത്ത് നാം പിറകിലല്ല, ആസൂത്രണ രംഗത്ത് നാം പിറകിലല്ല. പക്ഷേ നാം പിറകിലാണ് എവിടെ? മുസ്ലിമീങ്ങളായി ജീവിക്കുന്നതിൽ ലോകത്ത് മുസ്ലിം സമുദായം പിറകിലാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അതാണ് നമ്മെ അറിയിച്ചത്. വഅൻതുമുൽ അലൗൻ. ലോകത്തിലെ എക്കാലത്തെയും ഉന്നതന്മാർ നിങ്ങളാണ്. ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് അഞ്ചനാൾ കൊണ്ടും വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ അല്ലാഹു പറയുന്നു വഅൻതുമുൽ അലൗൻ. നിങ്ങൾ ഭൂമിയിലെ തന്നെ ഉന്നതന്മാരാണ്. ഭൂമിയിലെ ഉന്നതന്മാരാണ്. നമ്മൾ ഒരിക്കലും പിന്നോക്കക്കാരല്ല. മുസ്ലിങ്ങൾ ഒരിക്കലും പിന്നോക്കക്കാരല്ല. പക്ഷെ ഇപ്പോ OBCD-യും KBCD-യും ഒക്കെ അപ്പുറത്താണ് നമ്മൾ കിടക്കുന്നത്, അല്ലേ? നമുക്കറിയാമല്ലോ. ഇപ്പൊ നമുക്ക് ഈ സംഭരണത്തിന് വേണ്ടി നമ്മൾ മുറവിളി കൂടുക. 18% സംഭരണം വേണം, സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് പാസ്സാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? അല്ലാഹു പറയുന്നു ഈ സമുദായത്തെ സംബന്ധിച്ച് ഒരിക്കലും മുസ്ലിങ്ങൾ പിന്നോക്കക്കാരല്ല. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി, ആസൂത്രണപരമായി, ബുദ്ധിപരമായി അന്താരാഷ്ട്ര സമുദായത്തിൽ ഏറ്റവും വലിയ വിഭാഗം മുസ്ലിങ്ങളാണ് അല്ലാഹു പറയുന്നു. അല്ലേ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇന്ന് നമ്മളെ ഇവിടൊക്കെ വായിക്കണ്ട. അപ്പൊ തൽക്കാലം വൈകി വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് തന്നെ പരിശോധിച്ച് നോക്കുക. ഇപ്പൊ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ കാര്യം മാത്രമല്ല പറയുന്നത്, ലോകത്തിൽ തന്നെ പരിശോധിച്ചാൽ ലോകത്ത് ഒരു വിവരമില്ലാത്ത വർഗം നമ്മളാണ്. ഈ മൈക്കിന്റെ മുമ്പിലും ഈ കാസറ്റിന് മുമ്പിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. പറയാതിരുന്നാൽ നിങ്ങളും ഞാൻ എങ്ങനെ മനസ്സിലാക്കിയത്? ലോകത്ത് വിവരമില്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരും അന്താരാഷ്ട്ര തലത്തിൽ ഒരു മതപരമായിട്ടോ രാഷ്ട്രപരമായിട്ടോ ഒരു സർവേ നടത്തിയാൽ ലഭിക്കപ്പെടുന്ന ചിത്രം അന്താരാഷ്ട്ര തലത്തിൽ വിവരമില്ലാത്തവർ മുസ്ലിങ്ങളാണ്. നിങ്ങൾ വ്യക്തമായിട്ട് ഇന്ത്യയിൽ നിന്ന് കണ്ട റിപ്പോർട്ട് കണ്ടില്ലേ? കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രജീന്ദർ സച്ചാർ എന്ന് പറയുന്ന ഒരു ജഡ്ജി, അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ഉത്തരവിട്ടു ഇന്ത്യ രാജ്യത്തെ 13 സ്റ്റേറ്റുകളിൽ സന്ദർശിച്ചുകൊണ്ട് അവിടെയുള്ള മുസ്ലിംകളുടെ വിദ്യാഭ്യാസ സാംസ്കാരികമായ പുരോഗതിയെ വിലയിരുത്താൻ. ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉത്തരവിട്ട രജീന്ദർ സച്ചാറിന്റെ 11-അംഗ സമിതി കേരളമടക്കമുള്ള, ബംഗാളടക്കമുള്ള, ഉത്തർപ്രദേശ് അടക്കമുള്ള മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റുകളായ 13 സ്റ്റേറ്റുകൾ സന്ദർശിച്ച് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ 404 പേജുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ പേരാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് ഇപ്പോ വലിയ ഇഷ്യൂ ആയി കിടക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഒരു മുസ്ലിം ഉണ്ടാക്കിയ റിപ്പോർട്ടല്ലാതെ, ഒരു മുസ്ലിം ഉത്തരവിട്ട റിപ്പോർട്ടല്ലാതെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം കേരള ഹൈക്കോടതിയിലെ, ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മുസ്ലിമല്ലാത്ത രജീന്ദർ സച്ചാറും 11-അംഗ സമിതിയും നടത്തിയ സർവേയിൽ തെളിഞ്ഞു വന്നത് ഈ ഇന്ത്യ രാജ്യത്ത് ചെറമനെക്കാട്ടിലും, മുളയനെക്കാട്ടിലും, പറയനെക്കാട്ടിലും, പാണനെക്കാട്ടിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്തെ 16.4 കോടി മുസ്ലിങ്ങളാണ്. 1000-ൽ ഗ്രാമങ്ങളിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന 1000-ൽ ഗ്രാമങ്ങളിൽ ഒരു സ്കൂൾ പോലുമില്ലാത്ത 1000-ൽ ഗ്രാമങ്ങൾക്ക് ഇന്ത്യയിലുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ സ്കൂളില്ലാത്തതുണ്ടോ?
ഇവിടുത്തെ ഹിന്ദുക്കൾ താമസിക്കുന്ന ഏതെങ്കിലും ഗ്രാമത്തിൽ സ്കൂളില്ലാത്തതുണ്ടോ? ഇവിടുത്തെ ജൈനമതക്കാരൻ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ സ്കൂളില്ലാത്ത ഗ്രാമമുണ്ടോ? എന്നാൽ രജീന്ദർ സർക്കാർ വിളിച്ചു പറയുന്നു, 1000 ചില്ലാനം ഗ്രാമങ്ങളിൽ സ്കൂളുകൾ പോലുമില്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഭാരതത്തിൽ പിന്നോക്ക വർഗക്കാരേക്കാൾ അതപ്പതിച്ച് കിടക്കുന്ന വർഗം മുസ്ലിങ്ങളാണ്. ഇതാണ് രജീന്ദർ സർക്കാർ വിളിച്ചു പറയുന്നത്. ഇത് മൊയ്ലേരും തങ്ങളും പാപ്പിയും പറഞ്ഞു ഒന്നല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എവിടെയും തെളിവ് ധരിക്കാം. ബുഖാരിയുടെ ഹദീസുമല്ല, മുസ്ലിമിന്റെ ഹദീസുമല്ല. ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയാണെങ്കിൽ ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയാലേ ഇത്രയില്ല. ലോകത്ത് നാം വളരെ പിറകിലായി പോയിരിക്കുന്നു. എവിടെ? വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിങ്ങൾ പിന്നോട്ടടിച്ചു പോയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നാൽ നേതാവ് ഇസ്ലാമിന്റെ സമാപനം കുറിച്ച പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതോ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവൻ വിദ്യാഭ്യാസമാണ്, അറിവാണ്. ഇസ്ലാമിന്റെ ജീവൻ വിദ്യാഭ്യാസമാണ്, അറിവാണ്. ഇത് പറഞ്ഞ മുഹമ്മദ് നബി പറയുകയാണ്, ആ അറിവ് നേടാൻ വേണ്ടി നിങ്ങൾ എവിടെ പോയാലും അറിവ് പഠിക്കണം. അറിവ് കിടക്കുന്നത് സാക്ഷാൽ W. ബുഷിന്റെ വൈറ്റ് ഹൗസിലാണെങ്കിലോ, അറിവിന് വേണ്ടി വൈറ്റ് ഹൗസിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം. അറിവ് കിടക്കുന്നത് വ്ളാഡിമിർ പുടിന്റെ റഷ്യയിലാണെങ്കിലോ, അവിടേക്ക് നിങ്ങൾ അറിവിന് വേണ്ടി യാത്ര ചെയ്യണോ. അവിടെ ഭരണം നോക്കരുത്, പൊളിറ്റിക്സ് നോക്കരുത്, രാജ്യം നോക്കരുത്, രാഷ്ട്രം നോക്കരുത്. റസൂലുള്ള പറഞ്ഞതാണ്, ചൈനയിൽ പോയിട്ടായാലും അറിവ് നേടണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. രാജ്യം ചൈനയായതുകൊണ്ട് വിദ്യാഭ്യാസം അവരുടെ കയ്യിലാണെങ്കിൽ അവിടെ നിങ്ങൾ രാഷ്ട്രീയമോ കൊടിയുടെ കളറോ നിറമോ നോക്കരുത്. വിദ്യാഭ്യാസം അമേരിക്കയിലാണെങ്കിൽ, വിദ്യാഭ്യാസം ഇംഗ്ലണ്ടിലാണെങ്കിൽ, വിദ്യാഭ്യാസം വത്തിക്കാനിൽ തന്നെയാവട്ടെ, അവിടെ പോയി നിങ്ങൾ വിദ്യ നേടണമെന്ന് ഖാല റസൂലുള്ളാഹി. വിദ്യാഭ്യാസത്തിന് അതിലും വരുമ്പോന്നില്ല. അതെവിടെ പോയിട്ടും നേടിയെടുക്കണം. ഏത് വിദ്യ? മുസ്ലിങ്ങളുടെ കയ്യിലുള്ള വിദ്യാഭ്യാസം ഒരു ഗുണമില്ലാത്ത വിദ്യാഭ്യാസം. ധരിച്ചു വെച്ച കുറെ ആളുകളാ പറയുന്നത്. അവർ പറയുന്നത് ഞാൻ പറയാം. അതെന്താ? ഇവരിപ്പോ ഈ പള്ളി ദർശനം മദ്രസ എന്നൊക്കെ പഠിപ്പിച്ചു വിടുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് കുറെ നിസ്കരിക്കാനും നോമ്പ് നോക്കാനും ഹജ്ജ് ചെയ്യാനും ഒരു പറ്റുള്ളൂ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് വല്ല ജോലി കിട്ടണമെങ്കിൽ പണി വേറെ നോക്കണം. മദ്രസയിൽ 10ാം ക്ലാസ് പോയൊരു കുട്ടിക്ക് സ്കൂളിലെ SSLCക്ക് സമാനതയുള്ള ഒരു വിദ്യാഭ്യാസമാണോ? അല്ല. മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസം വെറും പള്ളികളിലെ പൂജാരി എന്ന് പറഞ്ഞാൽ മുസ്ലിയാരാവാനും മദ്രസയിൽ പഠിപ്പിക്കാനുമുള്ള ആത്മീയമായ വിദ്യ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് തെറ്റിദ്ധരിച്ചു പോയ വലിയൊരു സമൂഹം ഈ അന്താരാഷ്ട്ര തലത്തിലുണ്ട്. അത് തിരിച്ചെഴുതണം. നമ്മുടെ കയ്യിലുള്ള വിദ്യാഭ്യാസം എന്താണ്? സത്യം പറയാച്ചാൽ നമുക്കെന്നെ വിവരമില്ല എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസം? നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാലേ. അപ്പൊ നമ്മുടെ സഖാഫിമാരെ എടുത്ത് നോക്കൂ നിങ്ങൾ. സഖാഫി അല്ലെങ്കിൽ ബാക്കവി അല്ലെങ്കിൽ അഹ്സനി, ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള ഒരു ടൈറ്റലുള്ള ഒരു പണ്ഡിതൻ, അയാൾ പണ്ഡിതനായി വരുമ്പോ എന്തൊക്കെ വിദ്യ പഠിക്കുന്നത് എന്നറിയാം. എന്തൊക്കെ വിദ്യ? ഒരു നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്തും ആത്മീയ വിദ്യ മാത്രമല്ല, അയാൾ എല്ലാ വിദ്യയും നേടുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു പണ്ഡിതൻ ശരിക്കും LLBക്ക് ഈക്വലാണ്. ഒരു പണ്ഡിതൻ ശരിക്കും B.Tech പാസ്സായ എഞ്ചിനീയറാണ്. ഒരു പണ്ഡിതൻ ശരിക്കും വാനലോക സയന്റിസ്റ്റാണ്. ഒരു പണ്ഡിതൻ ശരിക്കും എഞ്ചിനീയറാണ്. ഒരു പണ്ഡിതൻ ശരിക്കും മെഡിക്കൽ സയൻസിലെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ MBBS-ന് ഈക്വലാണ്. എന്തിനാ നമ്മൾ ഈ കുത്തുബി എന്ന് പറയുന്ന കിതാബ് ഓതിയത്? മോനെ, എന്തിനാ കുത്തുബി ഓതിയത്? കുത്തുബി എന്ന് പറഞ്ഞൊരു കിതാബ് നമ്മൾ എല്ലാ മുസ്ലിംമാരും ഓതിയുണ്ട്. കുത്തുബി എന്താ കുത്തുബിയിൽ പറയുന്നത്? അതുപോലെ ശറഹു തഹ്ദീബിൽ എന്താ പറയുന്നത്? എല്ലാ മനുഷ്യന്മാരും ജീവനുള്ളതാണ്. കുല്ലു ഇൻസാനിൻ ഹൈവാൻ.
എല്ലാ മനുഷ്യന്മാർക്കും ജീവനുണ്ട്, എല്ലാ ജീവനുള്ളതും മനുഷ്യന്മാരല്ല. ഉണ്ടോ? ഇതിങ്ങനെ വായിച്ചു പോയിട്ടുണ്ട്. 8-10 കൊല്ലം കുത്തുബി അങ്ങോട്ട് തിരിച്ചു, ഷറഹുൽ തഹ്ദീബ് ഇങ്ങോട്ട് മറിച്ചൊക്കെ ഓതി. ഇപ്പൊ കുറെ കാലം കഴിഞ്ഞ് സെനതൊക്കെ കിട്ടി പള്ളി ദർസിൽ വന്ന് ഈ ഖുതുബാവരും പള്ളിയിലും നിസ്കരിക്കലും ഇമാമ നിൽക്കുമ്പോഴും മൊയ്ലിയന്മാരിങ്ങനെ ചിന്തിക്കുക, പടച്ചോനെ എന്തിനപ്പം ഞാൻ ഷറഹുൽ തഹ്ദീബൊക്കെ ഓതിയത്? അതിന്റെ ഒരു ഉപയോഗം ഇവിടെ വരുന്നില്ലല്ലോ. വാസ്തവത്തിൽ ബികോം കഴിഞ്ഞ് 3 കൊല്ലം പഠിച്ച് പാസ്സാവേണ്ട LLB എന്ന് പറയുന്ന കോടതിയിൽ ഒരു കറുത്ത ഗൗണിട്ടുകൊണ്ട് കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വക്കറ്റിന് പോലും ലഭിക്കാത്ത ഗ്രീക്ക് തർക്കശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഏടുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഖുതുബിയും ശർഹു തഹ്ദീബും. അതുകൊണ്ട് തന്നെ ഖുതുബി ഓതിപ്പടിച്ച ഒരു പണ്ഡിതന്, ശർഹു തഹ്ദീബ് ഓതിപ്പടിച്ച ഒരു പണ്ഡിതന് LLB-കാരന്റെ കൂട്ടിട്ടുകൊണ്ട് ഇന്ത്യൻ CPC-യും IPC-യും വേണമെങ്കിലും എടുത്ത് റഫറൻസ് ചെയ്തുകൊണ്ട് ഏത് കോടതികളോ വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോയിക്കൊണ്ട് മായി തന്റെ ഭാഗത്ത് നിന്ന് കേസ് വാദിക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷനാണ് ഈ ഖുതുബിയും ശർഹു തഹ്ദീബും കൊടുക്കുന്നത്. തെളിവുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു അവരുടെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ, ആമീൻ. നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമായിന്റെ ഇടയിൽ ചേരിതിരിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വേദിയിൽ ബഹുമാനപ്പെട്ട EK ഉസ്താദിന്റെ പേര് പറയുന്നത്. ആരായിരിക്കുന്ന EK ഉസ്താദ് ഒരു പള്ളിയുടെ കേസിന് വേണ്ടി കോടതിയിൽ ചെന്നു, മജിസ്ട്രേറ്റ് കോടതി. ആ സമയത്ത് ഇപ്പുറത്ത് സുന്നിയല്ലാത്ത ബിദ്അഈ കക്ഷികളാണ് കേസ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബിദ്അത്തുകാരും ഒന്നായിക്കൊണ്ടൊരു ശങ്കരവർഗായി കേസ് കൊടുത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട EK അവർകളോട് മജിസ്ട്രേറ്റ് ചോദിച്ചു, ബഹുമാനപ്പെട്ട EK അവർകളെ, നിങ്ങൾ സുന്നികളാണ്, അതേ സമയത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന മറുപക്ഷത്തുള്ള ആളുകൾ മുസ്ലിങ്ങളല്ല എന്നാണോ നിങ്ങളുടെ വാദം? അവരും മുസ്ലിമാവാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് നാക്കിൽ കൊണ്ട് പറഞ്ഞ് ഹൃദയത്തിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നവനൊക്കെ മുസ്ലിമല്ലേ? അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് പറഞ്ഞവനൊക്കെ മുസ്ലിമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും തബ്ലീഗും ഖാദിയാനിയും ഷിയയും റാഫിദിയും ഇബാദിയും ഖുബൂരിയും സലഫിയും ഖലഫിയും ഒക്കെ അവരുങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അവര് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറയുന്നുണ്ട്, നിങ്ങളും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അവര് മുസ്ലിം, നിങ്ങൾ മുസ്ലിമല്ലേ? ബഹുമാനപ്പെട്ട EK ഉസ്താദ് ശംസുൽ ഉലമ അവർ മജിസ്ട്രേറ്റിനോട് ചോദിച്ചു, യെസ് യുവർ ഓണർ, എനിക്കൊരു ചെറിയൊരു കാര്യം കോടതിയോട് പറയാനുണ്ട്. നിങ്ങളിപ്പോ ഈ പറയുന്നതിന്റെ ഇടയിൽ ചുരുങ്ങിയതൊരു 10 വട്ടമെങ്കിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി നിങ്ങളൊരു 10 വട്ടം പറഞ്ഞു. ആരെ? മജിസ്ട്രേറ്റ്. ഈ ചേറിൽ ഇരിക്കുന്ന നിങ്ങൾ 10 വട്ടം ഷഹാദത്ത് കലിമ ഉച്ചരിച്ചിരിക്കുകയാണ്. എനിക്കൊരു ചോദ്യമുണ്ട്, നിങ്ങൾ മുസ്ലിമായിട്ടുണ്ടോ? നിങ്ങൾ മുസ്ലിമാണോ? ജഡ്ജി അമ്പരന്ന് പോയി. മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ സംഗതി ഗുരുമാലാവും, ഒറ്റ സെക്കൻഡിൽ മതം മാറി എന്ന് വരേണ്ടി വരും. മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ ഗുരുമാലാകും. അതുകൊണ്ട് ശംസുൽ ഉലമയുടെ വാദം ശരിവെച്ചുകൊണ്ട് ആ കേസ് കോടതിയിൽ അഡ്മിഷൻ കൊടുക്കാതെ ചവറ്റുകൊട്ടയിലേക്ക് കോടതി തലവടക്കം തള്ളിക്കൊണ്ട് അന്ന് ആ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. ശംസുൽ ഉലമ LLB-കാരനായിരുന്നില്ല മോനെ. എവിടുന്ന് കിട്ടിയതിന്റെ ക്വാളിഫിക്കേഷൻ? ഖുതുബയുടെയും ശർഹു തഹ്ദീബിന്റെയും പ്രാക്ടിക്കൽ വശം ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത പണ്ഡിതന്മാർ. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആധുനിക ലോകത്തെ തിരിച്ചറിയാതെ കിടക്കുന്ന ഒരു വലിയ ശൃംഖലയാണ്. അതുകൊണ്ട് തർക്കശാസ്ത്രത്തിന്റെ പിതാവ് ഇസ്ലാം മതത്തിലാണ് കേട്ടോ. നമ്മുടെ ഉസ്താദുമാരൊക്കെ വക്കീലന്മാരാണ്. ഇനി പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പണ്ഡിതന്മാരും ഒരളവ് വരെ ശാസ്ത്രജ്ഞന്മാരാണ്. തലയെക്കൊട്ടും താടിയും വെച്ചുകൊണ്ട് ശാസ്ത്രജ്ഞനല്ല എന്ന് പറയാൻ പറ്റും? അല്ലല്ലോ. എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും താടിയുണ്ട്. നോക്കി ഒട്ടുമിക്ക ആളുകളും താടിയും തലക്കെട്ടില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. അപ്പോ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ശാസ്ത്രജ്ഞന്മാരാ, അത് വെറുതെ പറയല്ല. നമ്മുടെ പള്ളി ദർസുകളില് ഒരു പഠിക്കുന്ന ഒരു കിതാബുണ്ട്, തസ്രീഹുൽ അഫ്ലാഖ്, ഫലക്കിന്റെ ചലനങ്ങൾ. ഫലക്ക് എന്ന് പറഞ്ഞാൽ
ഗ്രഹങ്ങൾ, ഗാലക്സികൾ, ആകാശത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പണ്ഡിതന്മാർ ദർസുകളിലും കോളേജുകളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. നിശ്ചയം ആകാശത്തെ പടച്ചതിലും ഭൂമിയെ സൃഷ്ടിച്ചതിലുമുണ്ട്. ആകാശത്തെ പടച്ചതിലും ഭൂമിയെ സൃഷ്ടിച്ചതിലും രാവ് വരുന്നതിലും പകല് വരുന്നതിലും പകല് പോയി രാത്രി ഉണ്ടാകുന്നതിലും രാത്രി പോയി പകല് വരുന്നതിലുമൊക്കെ ആയാത്തിൻ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഉലുൽ അൽബാബ്, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോ ഭൂമിയുടെ ചലനം എത്രയാണ്, ചന്ദ്രന്റെ ചലനം എത്രയാണ്, ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്, ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്, ഭൂമിയിൽ നിന്ന് വ്യാഴത്തിലേക്ക് എത്ര വഴിദൂരമുണ്ട്, ഇതൊക്കെ പഠിപ്പിക്കുന്ന കിതാബാണ് തസ്രീഹുൽ അഫ്ലാഖ്. അത് നമ്മുടെ പണ്ഡിതന്മാർ ഓതുന്നുണ്ട്. പക്ഷേ ഓതിയ പണ്ഡിതന്മാരാരും ഇതിന്റെ പ്രാക്ടിക്കൽ വശം ചിന്തിക്കുകയോ അതിന്റെ കാര്യകാരണം ലോകത്തിന് മുമ്പിൽ പ്രതിഫലിപ്പിക്കാൻ മെനക്കെടുകയോ ചെയ്യുന്നില്ല. കലണ്ടർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മാതൃഭൂമിയുടെ കലണ്ടർ എടുത്ത് നോക്കിയാൽ കാണാം കറുത്ത വാവ് വെളുത്ത വാവ് അതല്ലേ. 28 മാസം 28 വരുമ്പോ കാണാം കറുത്ത വാവ്, ഇത്ര നാഴിക ഇത്ര വിനാഴിക ഇത്ര സെക്കൻഡ് കറുത്ത വാവ. കറുത്ത വാവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ധവിശ്വാസമൊന്നല്ല, അല്ല തന്നെ അത് സൂര്യനും ഭൂമിയുമായിട്ട് അടുത്ത് വരുന്ന ആ ഒരു പ്രത്യേക സിറ്റുവേഷനെ സംബന്ധിച്ചാണ് ഈ കറുത്ത വാവ് എന്ന് കലണ്ടറുകളിൽ രേഖപ്പെടുത്തുന്നത്. എപ്പോഴാണ് കറുത്ത വാവ് ഉണ്ടാകുന്നത് എന്ന് തസ്രീഹുൽ അഫ്ലാഖ് ഓതിപ്പഠിക്കുന്ന പണ്ഡിതനറിയാം, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന മുദർരിസിനറിയാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വിദ്യാഭ്യാസം ലോകത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല. ഇനി ഏത് വിദ്യാഭ്യാസത്തിന്റെ ഈ അടിസ്ഥാനം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെയൊക്കെ ഉത്ഭവം ഇസ്ലാം മതവും മുസ്ലിങ്ങളുമാണ് കണ്ടെത്താൻ. ലോകത്തിലെ ആദ്യത്തെ എഞ്ചിനീയർ ആരായിരുന്നു? ലോകത്തിലെ ആദ്യത്തെ എഞ്ചിനീയർ കേരളത്തിലെ ഇന്ത്യയിലെ അല്ല, ലോകത്ത് തന്നെ ഈ ആദ്യമായി എഞ്ചിനീയറിംഗ് തുടക്കം കുറിച്ച മനുഷ്യന്റെ പേരെന്ത്? അമേരിക്കക്കാരനല്ല, ചൈനക്കാരനുമല്ല, കൊറിയക്കാരനുമല്ല, ഇംഗ്ലണ്ടുകാരനുമല്ല, പാശ്ചാത്യൻ ആരുമല്ല. ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയർ മുസ്ലിമാണ്. ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയർ മുസ്ലിമാണ്. ആ എഞ്ചിനീയറുടെ പേര് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ എഞ്ചിനീയർ അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽപ്പെട്ട അമ്പിയാ മുർസലീങ്ങളുടെ ശൈഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം. ബൈബിളിലെ മത്തായി സുവിശേഷത്തിന്റെ 18-ാം അധ്യായം 20-21 വാചകത്തിൽ കാണാം, നോഹായുടെ പേടകത്തിന് മുമ്പ് ലോകത്താരും ഒരു മനുഷ്യരും ലോകത്ത് പേടകമുണ്ടാക്കിയിട്ടില്ല. വിശുദ്ധ ഖുർആനും പറയുന്നു, ലോകത്തിൽ ആദ്യമായി കപ്പലാണ് ഉണ്ടാക്കിയ കണ്ടുപിടുത്തം. ലോകത്തെ ആദ്യത്തെ കണ്ടുപിടുത്തം വിമാനമല്ല, ലോകത്തെ ആദ്യത്തെ കണ്ടുപിടുത്തം ബസ്സല്ല, ലോകത്തെ ആദ്യത്തെ കണ്ടുപിടുത്തം സൈക്കിളല്ല, ലോകത്തെ ആദ്യത്തെ കണ്ടുപിടുത്തം കാളവണ്ടിയല്ല. ലോകത്തെ ആദ്യത്തെ കണ്ടുപിടുത്തം ഏതാണ്? കപ്പലാണ്. ആദ്യമായി കപ്പലുണ്ടാക്കിയ മനുഷ്യനാരാണ്? അമ്പിയാക്കളുടെ ശൈഖ് എന്ന് അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയർ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ആലോചിച്ചോ, എഞ്ചിനീയർമാര് അമേരിക്കയുടെ കുത്തകയല്ല. എഞ്ചിനീയർമാരുടെ ഉസ്താദ് ആരാണ്? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമാണ്. നൂഹ് നബിയുടെ വിദ്യയാണ് എഞ്ചിനീയറിംഗ്. അത് പഠിക്കൽ സുന്നത്താണ് കേട്ടോ. നൂഹ് നബിയുടെ വിദ്യ എഞ്ചിനീയറിംഗ്. പിന്നെ അമേരിക്കയും റഷ്യയും ചൈനയും അതൊക്കെ അവര് നമ്മുടെ പേറ്റന്റ് തട്ടിയെടുത്തതാണ്. അതിനെങ്ങനെയെന്നുള്ളത് പിന്നീട് നമ്മൾ വിശദീകരിച്ച് പറയുന്നത്. ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയർ ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാം. ഇത് ഖുർആനും ബൈബിളും സമ്മതിക്കുന്നു. മാത്രമല്ല, എഞ്ചിനീയറിംഗ് ബിരുദത്തിന്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട്
വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു സൂറത്തിന് അള്ളാഹു പേരിട്ടിരിക്കുന്നത് സൂറത്തു നൂഹ് എന്നാണ്. എഞ്ചിനീയറുടെ പേരാ. ലോകത്ത് നിങ്ങളെല്ലാം എഞ്ചിനീയർമാരാവണം, എഞ്ചിനീയറിംഗ് ബിരുദം നിഷിദ്ധമല്ല എന്നറിയിച്ചത് ലോകത്ത് ഖുർആനാണ്. എഞ്ചിനീയറിംഗിന്റെ മാസ്റ്റർ പീസ് പിതാവ്, ഗോഡ് ഫാദർ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമാണ്. നമുക്ക് പരിശോധിക്കാം. ലോകത്ത് ആദ്യത്തെ ഡോക്ടർ ആരാ? അതും അമേരിക്കക്കാരനല്ല. ആണെന്ന് അമേരിക്ക പറയട്ടില്ലെങ്കിൽ ലോകത്ത് ആദ്യത്തെ ഡോക്ടർ അമേരിക്കക്കാരനല്ല. ലോകത്ത് ആദ്യത്തെ ഡോക്ടർ ഇംഗ്ലണ്ടുകാരനല്ല. ലോകത്ത് ആദ്യത്തെ ഡോക്ടർ ചൈനക്കാരനല്ല. ലോകത്ത് ആദ്യത്തെ ഡോക്ടർ റഷ്യക്കാരനല്ല. ലോകത്ത് ആദ്യത്തെ ഡോക്ടർ നായരല്ല, നമ്പൂരിയല്ല, ക്രിസ്ത്യാനിയല്ല. ലോകത്ത് ആദ്യത്തെ ഡോക്ടർ മുസ്ലിമാൻ. വിശുദ്ധ ഖുർആനിൽ ആ വ്യക്തിയുടെ പേര് തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ലോകത്താദ്യമായി കൊണ്ട് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചതും ഈ ഡോക്ടറാണ്. പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ല ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ്. ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. ലോകത്തിലുള്ള ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് വാഷിംഗ്ടണിലുള്ള ലോകത്തെ ഞെട്ടിപ്പിടിപ്പിക്കുന്ന ആതുരാലയ കേന്ദ്രമല്ല. ലോകത്തിലുള്ള ഏറ്റവും ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം തങ്ങളാണ്. ലുഖ്മാനുൽ ഹകീമാണ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്. ലോകം മുഴുവൻ അടക്കി ഭരിച്ച ചക്രവർത്തിമാരിൽ ഒരാളാണ് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. വൈദ്യശാസ്ത്രം ലോകത്ത് വിഭജിക്കപ്പെട്ട അതാ പ്രചരിപ്പിക്കപ്പെട്ടു. അതിനുവേണ്ടി ഒരു കോളേജ് ഉണ്ടാക്കി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഡോക്ടർ വിദ്യ പഠിക്കണമെന്നറിയിക്കാൻ അള്ളാഹു അവന്റെ കലാമായ വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരധ്യായത്തിന് പേരിട്ടതെന്താണ്? സൂറത്തുൽ ലുഖ്മാൻ. മെഡിക്കൽ സയൻസിന് ഒരു വെബ്സൈറ്റ് ഖുർആനിലുണ്ട്. എഞ്ചിനീയറിംഗിന് ഒരു വെബ്സൈറ്റ് ഖുർആനിലുണ്ട്. ഇനി ആയുധം കണ്ടുപിടിച്ചതാരാ ലോകത്ത്? എല്ലാരും അമേരിക്ക അമേരിക്ക എന്ന് പറയുമ്പോ കൈകാര്യം കൂട്ടിയിരിക്കുന്നുണ്ട്. ഡബ്ല്യു ബുഷനെ കണ്ടാൽ അങ്ങനെ പേടിയൊന്നും തോന്നില്ല. ഉണ്ടോ? ഒരു കുരങ്ങിന്റെ മുഖത്ത് മുഖത്തേക്ക് നോക്കി അത്രയും പേടി തോന്നില്ല. അയാളുടെ മുഖത്തേക്ക് നോക്കിയാ മീശയില്ല, താടിയില്ല. മീശയും താടിയും എടുത്തു നടക്കുന്ന ഇറ്റകളോട് സമാനം വെച്ച് പുലർത്തുന്ന നപുംസകനായ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ നമുക്ക് ഭയം തോന്നാറില്ല. പക്ഷേ അമേരിക്ക എന്ന് കേൾക്കുമ്പോ അന്താരാഷ്ട്ര സമൂഹം കൈകാലുകൾ കൂട്ടിയിടിക്കുന്നത് അവന്റെ ആയുധ ശേഖരത്തിന്റെ ആ ശക്തി കണ്ടുകൊണ്ടാണ്, ആ മെയിൻ പവർ കണ്ടുകൊണ്ടാണ്, ആ മസിൽ പവർ കണ്ടുകൊണ്ടാണ് അമേരിക്കയുടെ ആയുധത്തെ ലോകം ഭയപ്പെടുന്നു. എങ്കിൽ ചോദിക്കാം, ആയുധം കണ്ടുപിടിച്ചത് ആരാണ്? കൊളംബസ് കണ്ടുപിടിച്ച, അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസ് ആണോ? അമേരിക്ക കണ്ടുപിടിച്ചതാരാ? കൊളംബസ്. കൊളംബസ് ഒരു കപ്പലിലൂടെ യാത്ര ചെയ്തിട്ടാണ് അമേരിക്ക കണ്ടുപിടിച്ചത്. എന്നാൽ ലോകത്താദ്യമായി ആയുധം കണ്ടുപിടിച്ചത് അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസ് ആണോ? അമേരിക്ക എന്ന് പറയട്ടെ അല്ല. ലോകത്താദ്യമായി ആയുധം കണ്ടുപിടിച്ചതാരാ? അരമോനെ, നസറാനിയല്ല, യഹൂദിയല്ല, ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, നിരീശ്വരവാദിയല്ല. ലോകത്താദ്യമായി പടായുധം നിർമ്മിച്ചതും അത് ആയുധ ശേഖരത്തിൽ കൊണ്ടുവന്നതും ഒരു പ്രവാചകനാണ്. അയാൾ മുസ്ലിമാണ്. വിശുദ്ധ ഖുർആനിൽ ആ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആരാണ് പടായുധ നിർമ്മാണം തുടങ്ങിയത്? ബഹുമാനപ്പെട്ട ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് ലോകത്തായുധം നിർമ്മിക്കപ്പെട്ടതായി തെളിവ് ലഭിച്ചിട്ടില്ല. ലോകത്താദ്യമായി കൊണ്ട് യുദ്ധോപകരണം ഉണ്ടാക്കുകയോ അത് വിപണിയിലെത്തിക്കുകയോ അതിന്റെ പേറ്റന്റ് സമ്പാദിക്കുകയോ അത് തന്റെ ക്രെഡിറ്റ് വരവ് വെക്കുകയും ചെയ്തത് ഇസ്ലാമിന്റെ പ്രവാചകനാണ്, മുസ്ലിമാണ്. പേര് ദാവൂദ് അലൈഹിസ്സലാം. ഏത് വിദ്യാഭ്യാസങ്ങളോട് നോക്കി അതിന്റെയൊക്കെ പിറകില് നമ്മളാണ്. പക്ഷെ ഇവിടെ ഒരു ഭീകരമായ അട്ടിമറി നടന്നിരിക്കുന്നു. മുസ്ലിങ്ങൾ മനസ്സിലാക്കണം, കുട്ടികൾ മനസ്സിലാക്കണം. ഒരു വലിയ അട്ടിമറി ഇവിടെ നടന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. എന്താണ് അട്ടിമറി? ഇസ്ലാമിന്റെ വിദ്യകളെ മുഴുവനും അപഹരിക്കപ്പെടുകയും
അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റവന്റെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കാം. ലോകത്ത് വിമാനം കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അമേരിക്കക്കാരനാണ്. അത് ഏതുപോലെയെന്നറിയോ? അതാ ഞാൻ പറഞ്ഞു, ഞാനൊരു വിശദീകരണം തരുന്നുണ്ട്. ഈ നമ്മുടെ സഖാഫിയൊക്കെ ജോലി ചെയ്യുന്ന റിയാദിലാവട്ടെ, ഇവിടുന്ന് ധാരാളം ആളുകൾ ജോലി ചെയ്യുന്ന റിയാദിലോ UAE-യിലോ അല്ലെങ്കിൽ ഒമാനിലോ കുവൈറ്റിലോ ബഹ്റൈനിലോ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെ ചെന്നാലും നമ്മളൊരു കഫ്റ്റേരിയ, ഒരു ബൂഫിയ അല്ലെങ്കിൽ ചായപ്പീടിയ, നമുക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിൽ പറയാമല്ലോ, ഒന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കഫ്റ്റേരിയയിൽ ചെന്നാൽ നമ്മുടെ നാട്ടിലിപ്പോ ഈ ചൂരപ്പട്ടയിൽ ആ കാണുന്ന ചായപ്പീടിയെ പോയിട്ട് നമ്മളൊരു ചായ പറയാം. എങ്ങനെ? 2 ചായ, 2-1 വിത്തൗട്ട്. ഇങ്ങനെയാ പറയാ. അതല്ലേ പറയാ? അതെ. ആരെങ്കിലും പോയിട്ട് ആ ചായപ്പീടിയെ പോയിട്ട് 2 കണ്ണൻദേവൻ ചായ എന്ന് പറയാറുണ്ടോ? വേറൊരുത്തം പോയിട്ട് പറയാറുണ്ടോ 2 ഭദ്രദീപം ചായ എന്ന് പറയാറുണ്ടോ? വേറൊരുത്തം പോയിട്ട് പറയാറുണ്ടോ 3 ബ്രൂക്ക്ബോർഡ് ചായപ്പൊടിയിലെ ചായ നാടാ പറയാറുണ്ടോ? ചായപ്പൊടിക്ക് പല പല പേരുകളുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലാരും കണ്ണൻദേവൻ ചായ എന്ന് പറയാറില്ല, ബ്രൂക്ക് ബോണ്ടിന്റെ ചായ എന്ന് പറയാറില്ല, റെഡ് ലെബൽ ചായ എന്ന് പറയാറില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ നമുക്ക് കേൾക്കാം 2 ലിപ്റ്റൻ ചായ. ഞാൻ ദുബായിൽ ചെന്നപ്പോഴേ ഒരു ചെറുപ്പക്കാരനെ വയതിനിങ്ങനെ കൊണ്ടുപോവുക, ധൃതി പിടിച്ചിങ്ങനെ പോടുക. പള്ളിയിൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന സമയമായി. അപ്പോഴാണ് അയാൾ എന്നോട് പറഞ്ഞത്, അതെ, മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരുന്ന് പിന്നെ ഇശാ ബാങ്ക് കൊടുക്കുന്നതിനിടയിൽ കുറച്ച് സമയമല്ലുള്ളൂ. പിന്നെ ഈ റോഡ് ക്രോസ് ചെയ്ത് വന്ന് വെള്ളമൊന്നും കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് നല്ല ചൂടുള്ള ഒരു ചായ കുടിച്ചിട്ട് അങ്ങ് പള്ളിയിൽ കയറാം. പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ പള്ളിയിൽ വയലാണ്. അപ്പൊ ഇതിന് അത്രയും സമയമില്ല. അതുകൊണ്ട് നമുക്കൊരു ചായ കുടിക്കാന്ന് പറഞ്ഞു. വളരെ കുടിസായ കുറഞ്ഞ ടൈമേ ഉള്ളൂ. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത് ആയിക്കോട്ടെ. ഒരു ചായപ്പീടികയിൽ ചെന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു 2 ലിപ്റ്റൻ ചായ. അതെന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചത്, അങ്ങനെ പറയുന്നത് 2 ചായ എന്ന് പറഞ്ഞാൽ പോരെ? അത് പറ്റൂല ഉസ്താദേ, ലിപ്റ്റൻ ചായ എന്ന് പറഞ്ഞാൽ മാത്രമേ ലിപ്റ്റന്റെ ടീ ബാഗ് അത് കിട്ടൂ. മുത്തലക്കായിട്ട് കോമൺ ആയിട്ട് 2 ചായ എന്ന് പറഞ്ഞാൽ അവർ വല്ല രാജ്മഹലിന്റെ വല്ല ഡ്യൂപ്ലിക്കേറ്റ് ചായപ്പൊടിയുടെ ടീ ബാഗ് അതിലിടും. പൈസ 1 റിയാൽ വാങ്ങിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒറിജിനൽ ചായ കിട്ടണമെങ്കിൽ ലിപ്റ്റന്റെ ചായ കുടിക്കണോന്ന് പറഞ്ഞു. ശരി, വന്നു കുടിച്ചു നോക്കുമ്പോ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റി ചായ. ലിപ്റ്റൻ ചായ കുടിച്ചു നോക്കുമ്പോ ചായ കുടി കഴിഞ്ഞപ്പോ ഈ സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഉസ്താദേ എങ്ങനെയുണ്ട് ചായ? ചോദിച്ചു. ചായ അടിപൊളി കുവൈറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ എന്നോട് പറയാണ്, അങ്ങനെ ഉസ്താദ് ഇനി നാട്ടിലോട്ട് പോകുമ്പോഴേ ഒരു പണി ചെയ്യണം. എന്തിനാ? ഉസ്താദിനെ വാതിന് പിടിക്കാൻ പഴയ ആൾക്കാർ ഇങ്ങനെ വീട്ടിലേക്ക് വല്ലേ വരും. അപ്പൊ അവർക്കൊക്കെ ഒരു ചായ കൊടുക്കണ്ടല്ലേ? വേണം. അതുകൊണ്ട് നാട്ടിൽ പോകുമ്പോൾ ഒറിജിനൽ ചായ വേണമെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ ഒരു 10 പാക്കറ്റ് ലിപ്റ്റന്റെ ടീ ബാഗുള്ള പാക്കറ്റ് കിട്ടും. വില വളരെ കുറവാണ്. കാര്യമായി ലഗേജ് ഒന്നും കൊണ്ടുപോകുന്നുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഒരു 10 പാക്കറ്റ് ലിപ്റ്റന്റെ ചായപ്പൊടി അങ്ങ് കൊണ്ടുപോക്കോന്ന് പറഞ്ഞു. എനിക്കും അത് കേട്ടപ്പോ സംഗതി സത്യാന്ന് തോന്നി. ഞാൻ 10 പാക്കറ്റ് ഒന്നുമില്ലെങ്കിൽ ഒരു 2-3 പാക്കറ്റൊക്കെ വാങ്ങിച്ച് ലഗേജിലൊക്കെ വെച്ച് കിട്ടി ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നതിന്റെ ശേഷമാണ് ഈ ചായപ്പൊടിയുടെ അസില് മനസ്സിലായത്. എന്റെ പൊന്ന് സഹോദരന്മാരെ, നമ്മുടെ ഊട്ടിയിലെയും വയനാടിലെയും നമ്മുടെ മൂന്നാറിലെയും, അറിയാലോ മൂന്നാറൊക്കെ, നമ്മുടെ മൂന്നാറിലെയും താച്ചയുടെയും ബിർളയുടെയും കണ്ണൻദേവന്റെയും എസ്റ്റേറ്റുകളിൽ നിന്നും ഉള്ളിയെടുക്കുന്ന ചായപ്പേരയുടെ ഫസ്റ്റ് ക്വാളിറ്റി നമ്പർ ചായപ്പൊടി അത് നമുക്കിവിടെ ലഭ്യമല്ല. അത് നുള്ളിയെടുക്കുമ്പോഴേക്കും അത് പാക്കറ്റ് പരിവേഷലുകൊണ്ട് നേരെ എക്സ്പോർട്ട് ചെയ്തു. എവിടേക്ക്? ലണ്ടനിലേക്ക്. ഇവിടുന്ന് പോയത് മൂന്നാറിൽ നിന്നും വയനാട്ടിൽ നിന്നും പോയ ഈ ലണ്ടനിലേക്ക് പോയ നമ്മുടെ ചായപ്പൊടി അവിടെ ചെന്നപ്പോ ഇന്ത്യയുടെ പാക്കറ്റ് അങ്ങ് ചീന്തിക്കളഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു പേര് കൊടുത്തു, ലിപ്റ്റൻ ടീ എന്ന്. എന്നിട്ട് നല്ല മനോഹരമായ ഒരു പാക്കറ്റ് ചെയ്തിട്ട് അതിനെ റീ എക്സ്പോർട്ട് ചെയ്തു. എവിടേക്ക്? ദുബായിലേക്കും സൗദി അറേബ്യയിലേക്കും. അങ്ങനെ ദുബായിലും സൗദി അറേബ്യയിലുള്ള പാവം പിടിച്ച മലയാളി, ഊട്ടിയിലെയും മൈസൂരിലെയും അതുപോലെ തന്നെ വയനാട്ടിൽ
നാട്ടിലെയും ചായപ്പൊടിയിലെ ചായ കുടിച്ചിട്ട് പറയാണ് ഇന്ത്യക്കാരന്റെ ചായപ്പൊടി ഒരു വസ്തുവാകാം. ചായ കുടിക്കണമെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ചായ കുടിക്കൂ, ക്രിസ്ത്യൻ കുടിക്കൂ. എന്താണ് ഈ പറഞ്ഞത്? നമ്മുടെ ചായപ്പൊടി പാക്കറ്റ് മാറ്റിയിട്ട് നമ്മളെ കൊണ്ട് കുടിപ്പിച്ചിട്ട് ഇംഗ്ലണ്ടുകാരൻ ഇന്ത്യക്കാരന്റെ ചായപ്പൊടിയെ ചീത്ത വിളിപ്പിക്കുന്നത് പോലെ നമ്മുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ അമേരിക്കയും ഇസ്രയേലും ഇറാനും അതുപോലെ തന്നെ ചൈനയും റഷ്യയുമൊക്കെ അവരവരുടെ പുസ്തകങ്ങളാക്കി മാറ്റിയിട്ട് മുസ്ലിം ലോകത്തിനെതിരെ തിരിച്ചുവിട്ടിരിക്കുന്നു. അതുകൊണ്ട് ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കടന്ന് വിദ്യാഭ്യാസത്തിന്റെ മെറിറ്റിലേക്ക് കടന്നു വന്ന് ഇസ്ലാമികമായ ബോധവൽക്കരണമുണ്ടാക്കി ഈ വിദ്യ ഇസ്ലാമിക വിദ്യയായി ലോകത്ത് കൊണ്ടുവരാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാര് മുന്നിട്ട് വരണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഞാനതാ പറഞ്ഞത്. വിമാനം ഉണ്ടാക്കിയത് ആരാ മോനെ? ആരാ? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചറിയാം, വിമാനം ഉണ്ടാക്കിയത് ആരാ? അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാർ. അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാർ അവരാ വിമാനം കണ്ടുപിടിച്ചത്. ഇപ്പൊ കാണുന്ന വിമാനം ഈ രൂപത്തിലല്ലെങ്കിലും അതിന്റെ ബേസിക് അടിസ്ഥാന ഘടകം കണ്ടുപിടിച്ചവര് അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാരാ. അവരെങ്ങനെ വിമാനം കണ്ടുപിടിച്ചത്? വിമാനം കണ്ടുപിടിച്ചിട്ട് എത്ര കൊല്ലമായി? 104 കൊല്ലേ ആയിട്ടുള്ളൂ. 104 കൊല്ലം മുമ്പ് ലോകത്ത് ഈ സാധനമില്ല. 104 കൊല്ലേ ആയിട്ടുള്ളൂ വിമാനം കണ്ടുപിടിച്ചിട്ട്. എങ്ങനെ കണ്ടുപിടിച്ചത്? അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാര് 2 കയ്യിന്റെ മുകളിൽ 2 ചിറക് വെച്ച് കെട്ടിയിട്ട് ഒരു ചെറിയ ഒരു വൃക്ഷത്തിന്റെ മുകളിൽ കയറി കീബോർഡ് ചാടിയിട്ട് കയ്യുമ ചിറകിട്ട് അടിച്ചു. ഒരു 10-15 വട്ടം ചിറകിട്ടടിച്ച് ചാടി ചാടി നോക്കുമ്പോ ശരിയായി, ചവിട്ടുറച്ചു. ആകാശത്തിൽ കുറച്ചൊക്കെ നേരം ഇങ്ങനെ നിൽക്കാനായി. അങ്ങനെയാണ് വിമാനം എന്ന് പറയുന്ന ഈ വലിയ സംരംഭത്തിന് അമേരിക്കക്കാര് ബീജാവാദം നൽകിയതെങ്കിൽ കയ്യിന്റെ മുകളിൽ ചിറകിട്ടടിച്ചുകൊണ്ട് ഇതിലൂടെ പറക്കാമെന്ന് ലോകത്ത് ചാലഞ്ച് ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരേ ഒരു വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. സംശയിക്കേണ്ട. 1000 കൊല്ലം അപ്പുറത്തുള്ള വേദഗ്രന്ഥം ഏത് വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിക്കോളൂ. ഒരൊറ്റ വേദഗ്രന്ഥത്തിൽ പോലും ഇങ്ങനെ കയ്യിന്റെ മുകളിൽ ചിറക് വെച്ചുകൊണ്ട് പറക്കാമെന്ന് പറഞ്ഞ ഒരു വേദഗ്രന്ഥം ലോകത്തുണ്ടോ? ഇല്ല. എന്നാൽ തബാറക സൂറത്തെടുത്ത് മറിച്ചു നോക്കി അല്ലാഹു എന്താണ് പറയുന്നത്? അല്ലാഹു പറയാണ്, അവലം യറൂ ഇലത്തയ്ർ, ആകാശത്തിലൂടെ ചിറകിട്ടടിച്ചുകൊണ്ട് പറന്നു പോകുന്ന പക്ഷികളെ അവർ ചിന്തിക്കുന്നില്ലേ? അല്ലാഹു ചോദിക്കുന്നത് എന്താണ്? അവലം യറൂ ഇലത്തയ്ർ, ആകാശത്തിലൂടെ ചിറകിട്ടടിച്ചുകൊണ്ട് പറന്നു പോകുന്ന പക്ഷികളെ അവർ കാണുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, അറിയുന്നില്ലേ? എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, മോനെ, ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷി കീപ്പോട്ട് ചാടാതെ അന്തരീക്ഷത്തിൽ അത് പിടിച്ചു നിർത്തുന്നത് ആരാണ്? ആ ശക്തിയുടെ പേരെന്താണ്? അല്ലാഹു തന്നെ പറയുന്നു, മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകളെ കീപ്പോട്ട് ചാടാതെ പിടിച്ചു നിർത്തുന്ന ശക്തിയുടെ പേര് ഇല്ലർ റഹ്മാൻ, അർഹമുർ റഹീമായ അല്ലാഹുവാകുന്ന ശക്തിയാണ്. അതുകൊണ്ട് അള്ളാന്റെ ശക്തിയാണ്, അള്ളാന്റെ ശക്തിയാണ് ആകാശത്തിലൂടെ പോകുന്ന പക്ഷികളൊക്കെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നതെങ്കിൽ ആ ശക്തി നിങ്ങളിലുമുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ, പറവകൾ പറക്കുന്നത് പോലെ ചിറക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറന്നു കളിക്കാമെന്ന് തബാറക സൂറത്തിലൂടെ അല്ലാഹു നമ്മെ അറിയിച്ചു. അത് അമേരിക്കക്കാർ കണ്ടു, അതിന്ന് പാഠം ഉൾക്കൊണ്ടു. അവർ വിമാനം കണ്ടുപിടിച്ചു, അതിന്റെ പേറ്റന്റ് അമേരിക്കക്കാരെ എഴുതിവെച്ചു. ഏത് കണ്ടുപിടുത്തമാണ് നിങ്ങളെടുത്തു? ഭൂമിയിൽ കാണുന്ന എല്ലതും അല്ലാഹു അവന്റെ ഇൽമിൽപ്പെട്ടതാ. അതാണ് വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസീ.
പറഞ്ഞാൽ നൂറുല്ലാഹ്, അള്ളാഹിന്റെ പ്രകാശം. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രകാശമാണ് അറിവ്. അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ്. വിശുദ്ധ ഖുർആൻ പറയുന്നു അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ വെളിച്ചമാണ്. നൂറാ, ആ നൂറാണ് അള്ളാഹുവിന്റെ ഇൽമ്. അള്ളാഹുവിന്റെ ഇൽമല്ലാതെ ലോകത്തൊരു ഇൽമുമില്ല. എഞ്ചിനീയറിംഗിന്റെ ബിരുദം അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ടതാണ്. മെഡിക്കൽ സയൻസിന്റെ ഇൽമ് അള്ളാഹിന്റെ ഇൽമിൽപ്പെട്ടതാണ്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൽമ് അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാ ഇൽമും അള്ളാഹുവിന്റെ ഇൽമാണെങ്കിൽ, അള്ളാഹുവിന്റെ ദീനാണ് ഇസ്ലാം മതമെങ്കിൽ, ലോകത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രം ഇസ്ലാം മതമാണ്. പക്ഷേ നമ്മളിതൊക്കെ കണ്ടിട്ടും പുറകോട്ട് പോയി. നമ്മൾ എപ്പോഴെങ്കിലും ഖുർആന് മുന്നിൽ വെച്ചിട്ട്, ഹദീസ് മുന്നിൽ വെച്ചിട്ട് ഒരു വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഉണ്ടോ? ഇല്ല. നമ്മൾ ഖുർആൻ മുന്നിൽ വെച്ചിട്ട്, ഹദീസുകൾ മുന്നിൽ വെച്ചിട്ട് ഒരു വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നുകൂടി ചോദിക്കട്ടെ മോനെ, ലോകത്ത് ഇപ്പോ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാര് 640 കോടിയാണ്. 640 കോടി മനുഷ്യന്മാരിൽ ഏറ്റവും ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ പേരെന്താണെന്നറിയാം? ഏറ്റവും വലിയ ആക്കൾ ഇപ്പൊ ആരാ? ഈ 640 കോടി മനുഷ്യന്മാരില് ഏറ്റവും ബുദ്ധിയുള്ള ഒരാളുണ്ട്. അയാൾ ആരാ? കമ്പ്യൂട്ടറൊന്നുമല്ല, റോബർട്ടും അല്ല, മനുഷ്യൻ തന്നെ. സാധാ മനുഷ്യന്മാര്, നമ്മളെ പോലത്തെ മനുഷ്യന്മാരിൽ ഒരു മനുഷ്യൻ ഇപ്പോ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ അയാളാണെന്നാണ് അമേരിക്ക വിളിച്ചു പറയുന്നത്. അയാളുടെ ബുദ്ധിയേക്കാൾ വലിയ ബുദ്ധിയുള്ള ഒരാൾ ഇപ്പൊ ലോകത്തില്ല എന്നാണ് സർവേ റിപ്പോർട്ട് തെളിയിച്ചത്. ആ മനുഷ്യന്റെ പേര് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാണ്. നുണയല്ല, സത്യം തന്നെയാണ്. അയാളുടെ ബുദ്ധി ഒഴിച്ച് സകലതും മരിച്ചു പോയിരിക്കുന്നു. അയാൾക്ക് മിണ്ടാൻ പറ്റില്ല, നാവ് കുഴഞ്ഞുപോയി. അയാൾക്ക് ചലിക്കാൻ പറ്റില്ല, കാല് തളർന്നു പോയി. അയാൾക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല, 2 കൈയും തളർന്നു കിടക്കാൻ, പൾസില്ല. അയാൾക്ക് ചിന്തിക്കാൻ മാത്രമേ പറ്റൂ, സംസാരിക്കാൻ പറ്റില്ല, അംഗം കാണിക്കാൻ പറ്റില്ല. അയാളുടെ തലയെ കമ്പ്യൂട്ടറൈസ് ചെയ്തിരിക്കുന്നു അമേരിക്ക. അയാളുടെ തലയിൽ ചിന്തിക്കുന്ന ചിന്ത കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിൽ അക്ഷരങ്ങളായി തെളിഞ്ഞു വരും. അങ്ങനെയാണ് അയാൾ ചിന്തിക്കുന്നത്, നമ്മൾ അറിയുന്നത്. ഇയാളെ വീൽ ചെയറിലിട്ട് ഉന്തിക്കൊണ്ട് നടക്കുകയാണ്. അയാളുടെ പേരാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. ഇയാളാണ് ഇപ്പോ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിജീവിയെങ്കിൽ ഇതാ ഈ 2007 സെപ്റ്റംബർ മാസം 24-ാം തീയതി വന്നപ്പോ ഈ സ്റ്റീഫൻ ഹോക്കിംഗ് വിളിച്ചു പറയുന്നു 250 കൊല്ലത്തിന്റെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്നു. 250 കൊല്ലത്തിന്റെ ഉള്ളില് 4-ാം ആകാശത്ത് കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗ്രഹമായിരിക്കുന്ന സൂര്യൻ, ഭൂമിയുടെ 7 ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ, ഹൈഡ്രജവും ഹീലിയവും കത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യനുണ്ടല്ലോ, 250 കൊല്ലത്തിന്റെ ഉള്ളില് അതിന്റെ പ്രകാശം കെട്ടടങ്ങിയിട്ട് അത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ലോകത്തേക്ക് തളർന്നു വീഴുന്നൊരു ദിവസമുണ്ടെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നു. ചെയ്യാമെന്നാളുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് സംശയമുള്ളൂ. സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നു 250 കൊല്ലത്തിന്റെ ഉള്ളിൽ, 2.5 നൂറ്റാണ്ടിന്റെ ഉള്ളില് 4-ാം ആകാശത്ത് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ, അതിന്റെ പ്രകാശങ്ങളൊക്കെ മങ്ങിപ്പോയി പൊട്ടിത്തെറിയോടുകൂടെ നിലംപതിച്ചു പോകും. ലോകത്തെ ഏതെങ്കിലും ഗ്രന്ഥം ഇതിനെപ്പറ്റി പറഞ്ഞതായി തെളിവ് നിരത്താനുണ്ടോ? വിശുദ്ധ ഖുർആനെന്ന് മറിച്ചു നോക്കല്ല പറയുകയാണ്. ആകാശം പലരുന്നൊരു ദിവസം വരാനുണ്ട്. ഇവിടെ ആകാശം 2 കഷ്ടമായി പലരുന്നൊരു ദിവസം വരാനുണ്ട്. ഇതാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഖറജത്തിൽ അർദു അസ്കാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ.
വിശുദ്ധ ഖുർആൻ വിളിച്ചു പറയാണ്, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമി കിടുകിടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട് ഇവിടെ. വഅഖറജത്തിൽ അർദു അസ്ഖാലഹാ, ഭൂമിയുടെ അടിഭാഗത്ത് കിടക്കുന്ന സ്വർണങ്ങളും നിധികളും വെള്ളികളും ഒക്കെ പുറത്തേക്ക് പൊന്തി വന്നിട്ട് എന്നെ എടുക്കൂന്ന് വിളിച്ചു പറയുന്ന സമയത്ത് മനുഷ്യർക്ക് എതിർക്കാൻ സമയമല്ല, വിളിച്ചു പറയാണ്. വഖാലൽ ഇൻസാനു മാലഹാ, വഖാലൽ ഇൻസാനു മാലഹാ. അതേ മുതൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ ശരീരത്തിനെ കൊണ്ട് വിലപിച്ചോടുന്നൊരു ദിവസമാണ്. അന്നാണ് ആകാശം പൊട്ടിപ്പിളരുന്ന ദിവസം, അന്നാണ് നക്ഷത്രങ്ങൾ ഉതിർന്നു കിടന്നു വീഴുന്ന ദിവസം, അന്നാണ് സൂര്യൻ പൊട്ടി തകരുന്ന ദിവസം. ആ ദിവസമാണ് ഖിയാമത്ത് നാൾ. ഖിയാമത്ത് നാൾ ഉണ്ട് എന്ന് ആര് പറയുന്നു? സ്റ്റീഫൻ ഹോക്കിംഗ്. ഇത് ഖുർആനാ പറഞ്ഞത്. പക്ഷെ സ്റ്റീഫൻ ഹോക്കിംഗ് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് വലാകിൻ ലിയത്മഇന്ന ഖൽബി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആളുകൾക്കൊക്കെ ഹൃദയത്തിൽ കോൺസെൻട്രേഷൻ കിട്ടിയോ എന്ന് പറഞ്ഞാൽ ഒരു ഏകാഗ്രത, ഒരടക്കം. കേട്ടോ? അപ്പൊ ലോകത്തെ ഏത് കാര്യമാവട്ടെ നിങ്ങളെടുത്ത് കൊണ്ടുവരൂ. അത് അല്ലാഹുവിന്റെ ഇൽമാണ്, അത് ഖുർആനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാ, തസ്ലീമ നസ്ലീം വലിയൊരു വിവാദമായി നിൽക്കുകയാണ്. ഇപ്പോ ഗതികുറ്റാ പ്രേതം പോലെ പോവുകയാണ്. നമ്മളാരും കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല, ഫത്വ കൊടുത്തിട്ടില്ല. ഇസ്ലാമിനൊക്കെ ചീത്ത വിളിക്കുന്നവരെ കൊല്ലണമെന്നൊന്നും നിയമമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കുറെ ആൾ അവിടെ കൊല്ലാണ്ടാവും. ആ ജോലി ഏറ്റെടുക്കാൻ അൽഖായിദിയൊന്നും ആവശ്യമില്ല. നമ്മുടെ ഓപ്പണായി പറയാം, കൊല്ലാൻ നടക്കുന്ന ഒരു ഫോഴ്സ് ഇവിടെ ആവശ്യമില്ല. കൊല്ലാൻ നടക്കുന്ന ഒരു താവേറുകൾ ഇവിടെ ആവശ്യമില്ല. അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് മാത്രമല്ല, അത് ഇസ്ലാമിക അടിസ്ഥാന ഘടകത്തിന് വിരുദ്ധമായതാണ്. അതിനെ മുസ്ലിങ്ങൾ എതിർത്തേ പറ്റൂ. ഭീകരവാദത്തിനെ എതിർക്കാൻ മുസ്ലിം പണ്ഡിതന്മാർ രംഗത്ത് വരണം. ചാവേറായി മരിക്കുന്നവൻ ഷഹീദാണെന്ന് പറഞ്ഞ് ആളെ ഇളക്കിവിട്ട് ഇസ്ലാമിന്റെ ഷഹീദ് എന്നുള്ള പദത്തിന് ദുരുപയോഗം ചെയ്യപ്പെടുന്ന ചാവേർ ഭീകരവാദികൾക്കെതിരെ നാം ശക്തമായി നിലകൊള്ളണം. അല്ലെങ്കിൽ വരാൻ പോകുന്ന നൂറ്റാണ്ടില് ഇസ്ലാമിക ചരിത്രത്തിന് വലിയ തിരിച്ചടിയുണ്ടാവും. കാരണം ഇസ്ലാം എങ്ങനെയാ വളർന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ വിളിച്ച അന്തസ്സോടെ പറയാണ്, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയം, സ്വഹാബത്തിന്റെ ബഹുമാനം, അല്ലാതെ വാളുകൊണ്ടും കത്തികൊണ്ടും കുന്തം കൊണ്ടും വളർന്ന മതമല്ല ഇസ്ലാം. അറിയാം, വാളുകൊണ്ടും കത്തികൊണ്ടും കുന്തം കൊണ്ടും വളർന്ന മതമല്ല ഇസ്ലാം. ലോകത്ത് എവിടെ എങ്ങനെ മതം വളർത്തി? ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് തന്നെ ലോകത്ത് ഇന്തോനേഷ്യ കഴിഞ്ഞ ഏറ്റവും അധികം മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലാണ്. സൗദി അറേബ്യയിലും ഖത്തറിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒന്നുമല്ല. നമ്മുടെ നാട്ടിലുള്ളതിന്റെ പകുതി മുസ്ലിം പോലും സൗദി അറേബ്യയിലില്ല. പിന്നെ അവിടെ ഉള്ളതൊക്കെ മുസ്ലിമാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ 17 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ മുസ്ലിങ്ങൾ എങ്ങനെ ഇവിടെ ഉണ്ടായി? ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് ഹിജ്റ 5ാം വർഷത്തില് റസൂലുള്ള മദീനത്ത് ജീവിക്കുന്ന കാലത്ത് ഒരു പായക്കപ്പലിലൂടെ 14 സഹാബാക്കളെയും കൂട്ടിക്കൊണ്ട് കൊടുങ്ങല്ലൂരിൽ വന്നു. കേരളത്തിൽ ആദ്യമായി സഹാബത്ത് വന്നത് കൊടുങ്ങല്ലൂരാ, നമുക്കൊക്കെ അറിയാം. കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങിയപ്പോ 15ാമത്തെ ഒരു മുസ്ലിം കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. ആ 14 ആളേ ഉള്ളൂ. ഈ 14 ആൾ ഇവിടെ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വരുമ്പോ ഒരു പിച്ചാത്തിയും കൂടി കൊണ്ടുവന്നിട്ടില്ല. മോനെ കൂടെ 14 ആൾ വരുമ്പോ ആകെ കൊണ്ടുവന്നത് കുറച്ച് കുരുവളഞ്ഞ ഈത്തപ്പഴം ഉണങ്ങിയത്, കുറച്ച് ചുട്ട മീനും, അറബികളുടെ കയ്യിലുള്ള സാധനാത് മജിബൂസും ഗിജിബൂസും ദിനാറും ഡോളറും ഒന്നും ഇല്ലാന്ന്. കുറച്ച് ചുട്ട മീനും കുറച്ച് കുരുകളഞ്ഞ ഈത്തപ്പഴവുമായി കേരളത്തിലേക്ക് കയറി വന്ന, ഇന്ത്യയിൽ ഇസ്ലാം മത പ്രചരണത്തിന് കയറി വന്ന 14 മുസ്ലിങ്ങൾ ഇവിടെ വന്നപ്പോ കൊടുങ്ങല്ലൂരിന്റെ വിരിമാറിൽ ചുവപ്പ് പരവതാനി വിരിച്ചുകൊണ്ട് അവിടെ ഇവിടുത്തെ ഹിന്ദുക്കളാ സ്വീകരിച്ചത്. ഒരു യുദ്ധം കൊടുങ്ങല്ലൂര് നടന്നോ? നടക്കുകയാണെങ്കിൽ ആദ്യത്തെ യുദ്ധം കൊടുങ്ങല്ലൂർ നടക്കണ്ടേ? ആരുടെ അവിടെ കയറി വരണവരെന്ന് ചോദിച്ചിട്ട് അവിടെ യുദ്ധം നടക്കണ്ടേ? കൊടുങ്ങല്ലൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയപ്പോ മഹാനായ ചേരമാൻ പെരുമാൾ, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിമായ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു, ഇന്ത്യയിലെ ആദ്യത്തെ സഹാബിയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിമാണ്. ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ താജുദ്ദീൻ എന്ന പേര് മാറ്റി റസൂലുള്ളാഹിനെ കൊണ്ട് മുസ്ലിമായ ആ ചേരമാൻ പെരുമാളുടെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു മാലിക് ദീനാർ തങ്ങളുടെ കയ്യില്. ആ ലെറ്റർ കൊണ്ടുപോയിട്ട് ചേരമാൻ പെരുമാളുടെ കത്ത് കൊണ്ടുപോയിട്ട് അനുജനായ 2ാം ചേരമാൻ പെരുമാളിന് കൊടുത്തു.
അനുജൻ ഏട്ടന്റെ കത്ത് വായിച്ചു കണ്ണുനീര് വാർത്തു. ഇന്ത്യയിലേക്ക് ഇസ്ലാമത പ്രചരണത്തിന് വരുന്ന വഴിയില് ഒമാനിന്റെ മസ്കറ്റിന്റെ തീരത്ത് വെച്ച് ഷഹർ മഹല്ല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഒമാനിൽ പോകുന്ന ആളുകൾക്കറിയാം, അദ്ദേഹത്തെ അവിടെ കബറടക്കം ചെയ്തു. സഹാബത്ത് നേരെ യാത്ര തിരിച്ചു കൊടുങ്ങല്ലൂരിൽ വന്നു. ചേരമാൻ പെരുമാൾ എഴുതി കൊടുത്ത കത്ത് അനുജനെ കാണിച്ചു. കത്ത് കണ്ട ജ്യേഷ്ഠന്റെ മരണ വാർത്തറിഞ്ഞ് കണ്ണുനീര് വാർത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ വന്നത്? കാകാടെ കത്ത് വെച്ച് എന്തിനെങ്കിലും വന്ന 14 മുസ്ലിങ്ങൾ പറഞ്ഞു, ഞങ്ങളിവിടെ കുരുമുളക് കച്ചവടത്തിന് വന്നതല്ല. അന്ന് കുരുമുളക് കച്ചവടം അറബികൾക്ക് ഇവിടെ. ഞങ്ങളിവിടെ ഇഞ്ചി കച്ചവടത്തിന് വന്നവരുമല്ല, ഞങ്ങൾ ചുക്കുണ്ടോന്ന് ചോദിക്കാൻ വന്നവരുമല്ല. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അഥവാ നിങ്ങളെല്ലാവരെയും ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് അറിയാം, ബൊമ്മാരിപ്പോ നമ്മളൊക്കെ പാടുകൂടി ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് നമ്മളൊക്കെ ഹിന്ദു മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് മുസ്ലിങ്ങളാക്കാൻ വന്നതാണെങ്കിൽ എന്നാ ഈ 14 എണ്ണം ഇവിടെ വേണ്ട, വെട്ടടാന്ന് പറഞ്ഞാൽ 4 കഷ്ണാക്കി അറബിക്കടലിലേക്ക് സ്രാദിന് ഭക്ഷണമായിട്ട് ഇട്ട് കൊടുക്കുകയായിരുന്നു ഇവിടുത്തെ ഹിന്ദുക്കൾക്ക്. അവർ ഈ സ്വഹാബത്തിന്റെ സൗമ്യം കണ്ടു, വിനയം കണ്ടു. അവരവരുടെ വേഷഭൂഷാദികളും സ്നേഹവും കണ്ടപ്പോ ചേരമാൻ പെരുമാളിന്റെ അനിയൻ പറഞ്ഞു, കൊടുങ്ങല്ലൂര് താമസിച്ചോളൂ, കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് വിരിപ്പ് കെടുത്തി ഉറക്കി. നേരം വെളുക്കുമ്പോ ചോദിച്ചു, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടി? ഉടനെ മാലിക്കുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ആദ്യം വേണ്ടത് പ്രാർത്ഥിക്കാൻ, നിസ്കരിക്കാൻ ഒരു പള്ളിക്ക് സ്ഥലം തരണോ എന്ന് പറഞ്ഞു. 1 ഇഞ്ച് ഭൂമി മുസ്ലിമിനില്ല. ഇപ്പോ 1 സെന്റിന് 500 കോടി പറഞ്ഞാലും വാങ്ങിക്കാൻ കഴിവുള്ള മുസ്ലിം ലോകത്തുണ്ട്, ഇന്ത്യയിലുണ്ട്. പക്ഷേ അന്ന് 1 സെന്റ് ഭൂമി പോലും മുസ്ലിമിന്റേതായില്ലാത്ത സ്ഥലത്ത് കൊടുങ്ങല്ലൂരിന്റെ വിരിമാറിൽ ഇപ്പൊ ചേരമാൻ പള്ളി നിൽക്കുന്ന സ്ഥലം ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ ചക്രവർത്തിയുടെ അനുജൻ മുസ്ലിമീങ്ങൾക്ക് തീറെഴുതി കൊടുത്തു, പള്ളി ഇവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. പക്ഷെ പള്ളി ഉണ്ടാക്കാൻ സ്ഥലം കിട്ടിയാൽ മതിയോ? പള്ളി കയറണമെങ്കിൽ പിന്നെ കല്ല് വേണം, കട്ട വേണം, ചുമരൊക്കെ വേണ്ടേ? അങ്ങനെ യാതൊരു മാർഗവുമില്ലാതെ വന്നപ്പോ കൊടുങ്ങല്ലൂരി കാളി അമ്പലത്തിന് വേണ്ടി പൊളിക്ക് വെച്ചിരുന്ന കല്ല്, കാളി അമ്പലം ഉണ്ടാക്കാൻ വേണ്ടി പൊളിക്ക് വെച്ചിരുന്ന കല്ല് രാജാവ് എടുത്തിട്ട് പറഞ്ഞു, അമ്പലം പിന്നുണ്ടാക്കാൻ നിങ്ങൾ ഇതുകൊണ്ട് പള്ളി ഉണ്ടാക്കുക. അങ്ങനെ കൊടുങ്ങല്ലൂരിന്റെ വിരിമാറിൽ കാണുന്ന ആദ്യത്തെ മുസ്ലിം പള്ളി പണിയാൻ വേണ്ടി കല്ല് കൊടുത്തത് അമ്പലത്തിന് വേണ്ടി മുറ്റുവെച്ച കല്ലുകളായിരുന്നു എന്ന് ഭാരതപ്പഴമാണെന്ന് പറഞ്ഞ പുസ്തകത്തിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഈ മലയാള ചരിത്രകാരൻ രേഖപ്പെടുത്തി വെക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 21ാം നൂറ്റാണ്ടില് ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ മഹത്വം പറയാൻ കഴിഞ്ഞുപോയ ചരിത്രമല്ലേ നമുക്ക് പ്രചോദനം നൽകിയതെങ്കിൽ വരാൻ പോകുന്ന ചരിത്രം നമ്മളെ പറ്റി വായിക്കപ്പെടുന്നത് ഭീകരതയുടെയും വെട്ടി ഞെക്കിക്കൊല്ലലുടെയും ബോംബുകളുടെയും ചരിത്രമാകുമോ? അതുകൊണ്ട് ആ ദുരന്തത്തിന്റെ ചരിത്രം നമുക്ക് വേണ്ട. നമുക്ക് പാനത്തരത്തോടെ പറയാം, ഞങ്ങൾ വാളുകൊണ്ടും കത്തികൊണ്ടുണ്ടായവരല്ല. കുമാരനാശാൻ തന്നെ വിളിച്ചു പറഞ്ഞതാണ്, ഈ മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്ത് 16 കോടി ഉണ്ടാവാനുള്ള കാരണം കത്തിയും വാളും ഉപയോഗിച്ച് സ്ഫോടനം ഉണ്ടാക്കിയിട്ടല്ല, വാളും കത്തി ഉപയോഗിച്ച് യുദ്ധം നടത്തിയിട്ടല്ല. ഹിന്ദുവായ കുമാരനാശാൻ വിളിച്ചു പറഞ്ഞതാണ്, എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ടരുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനത്തി ചാരത്തിടുന്നിട തെറ്റും പഠിക്കണ്ട നമ്പുരാരേ. തൊട്ടുകൂടാത്തവർ ചിന്തിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തൊരുങ്ങിനെ ഒട്ടല്ല കോജാതി കോമരങ്ങൾ. ഇസ്ലാമത ഇവിടെ കയറി വരുമ്പോ നമ്പൂരി നടക്കുന്ന വഴിയിലൂടെ ചെറുമനി നടക്കാൻ പറ്റൂല, 42 അടി അപ്പുറത്ത് നടക്കണം. കാളിത്തള്ളക്ക് രാജശ്രീ നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ പാടില്ല. വലിയ തമ്പ്രാന്റെ മുമ്പിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവരായ ദളിത് വിഭാഗക്കാർ അവരുടെ സ്ഥാനം പുറത്തേക്ക് കാണിച്ച് നടക്കണം. അവർക്ക് ബ്രേസിയർ ഇടാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഇങ്ങനെയായിരുന്നു ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് ബുഖാരി മുസ്ലിമല്ല, ഭാരതീയ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. ബഹുമാനപ്പെട്ട സഹാബത്ത് ഇവിടെ കയറി വന്നു, അള്ളാഹുവിന്റെ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഖുർആൻ എന്താ വിളിച്ചു പറയുന്നത്? യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരേ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിശ്ചയം നിങ്ങളെ ഞാൻ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു.
നിങ്ങളെ ചില പ്രത്യേക വിഭാഗങ്ങളും ജാതിക്കും ഉപജാതികളുമായി വെച്ചിരിക്കുന്നത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ജാതിയും കറുത്തവനും വെളുത്തവനോ വിഭാഗീയതയും ഒന്നും മതത്തിലില്ലല്ലോ. അതുകൊണ്ട് ഇന്നാക്കിറമക്കും ഇന്ദല്ലാഹി അദർക്കാക്കും, നിങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമുള്ളവൻ അല്ലാഹുവിലേക്ക് തഖ്വ കൊണ്ട് അടുത്തവനാണ്. അതുകൊണ്ട് കറുത്തവന് വെളുത്തവനേക്കാൾ ശ്രദ്ധയില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ മഹിമയില്ല, ഇന്ത്യക്കാരനെ അമേരിക്കക്കാരനേക്കാൾ, അമേരിക്കക്കാരൻ ഇന്ത്യക്കാരനേക്കാൾ, സൗദി അറേബ്യക്കാരന് കേരളക്കാരനേക്കാൾ മഹിമയില്ല, മാറ്റമില്ല. വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ ഈ രാജ്യത്ത് അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഹിന്ദുക്കളിലെ ജാതികള് ഇസ്ലാമതത്തിലേക്ക് കയറി വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി. വാളുണ്ടായിരുന്നില്ല അവിടെ, കത്തികളുണ്ടായിരുന്നില്ലവര്, കഠാര ഉണ്ടായിരുന്നില്ലവിടെ. കൂട്ടത്തോടെ ഇസ്ലാമതത്തിലേക്ക് കയറി വന്നു. അവിടെ മുതൽ 2007 വരെയുള്ള ചരിത്രം നോക്കിയാല് മഹാന്മാരായ ഔലിയായിന്റെ പ്രവർത്തനഫലമായി, പണ്ഡിതന്മാരുടെ പ്രവർത്തനഫലമായി ഇസ്ലാം മതം വളർന്നു. കേട്ടിട്ടില്ലേ? ഇന്ത്യയിലെ രാജാവ് എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഒരൊറ്റ കറാമത്തിന്റെ ഫലമായി രാജസ്ഥാനിൽ ഒരൊറ്റ ദിവസം 20,000 ആളുകൾ മുസ്ലിമായി. നമ്മൾ ഈ ബാല് സംഘടിപ്പിക്കുന്നത് ആർക്കാണ്? മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ ഔലിയാക്കളുടെ പ്രബോധനം കൊണ്ട് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. അവരാളെയും വാളും കത്തിയും കാണിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ കറാമത്തിന്റെ ഫലമായി ഒരൊറ്റ ദിവസം 20,000 ആളുകള് അജ്മീറിലെ രാജസ്ഥാനിൽ മുസ്ലിമായതായി ഇന്ത്യയിലെ ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോ കാണുന്നു. കാരണം എന്താണ്? അടിയുറച്ച തഖ്വ തന്നെ. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പ്രബോധനമായിക്കൊണ്ട് അജ്മീറിലേക്ക് വന്നപ്പോ അവിടെ നിന്ന് രാജ്യം ഭരിച്ചിരുന്നത് രജപുത്ര രാജാക്കന്മാർ. അവർ പറഞ്ഞു, ഒരു വൈദേശികനായ ഒരു മൊല്ലാക്ക നമ്മുടെ നാട്ടിൽ വന്നിട്ട് മതം മാറ്റം ചെയ്യപ്പെടുന്നു, അതുകൊണ്ട് അയാളെ തല്ലി ഓടിക്കണമെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി. രാജാവിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പട്ടാളക്കാർ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു താമസിക്കുന്ന അജ്മീർ, ഇപ്പൊ കാണുന്ന അജ്മീറില് തൊട്ടടുത്ത് കിടക്കുന്ന അനാസാഗർ എന്ന് പറഞ്ഞിട്ട് ഒരു തടാകമുണ്ട്, ഒരു വലിയ കുളം. ആ തടാകത്തിൽ ഉദു ചെയ്യുന്ന സമയത്ത് പട്ടാളക്കാർ വന്ന് വളഞ്ഞിട്ട് പറഞ്ഞു, എടോ വൈദേശികൻ ഉടൻ രാജ്യം വിട്ടു പോകണം, അല്ലെങ്കിൽ കൊന്നുകളയെന്ന് പറയുന്നു. തന്നെയല്ല, തന്റെ നിസ്കാരവും സ്തോത്രങ്ങളോ ശാസ്ത്രങ്ങളോ ഒന്നും ഇവിടെ പറ്റൂല, പോർന്ന്. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ആ അനാസാഗർ നദിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് തന്റെ പാത്രത്തിൽ അടച്ചു വെച്ചു. സെക്കൻഡുകൾ കഴിഞ്ഞതും അനാസാഗറിലെ വെള്ളം ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഒരിക്കലും വറ്റാത്ത തടാകമായിരുന്ന രാജസ്ഥാനിലെ സമ്പൽ സമൃദ്ധമായ അനാസാഗർ തടാകം വറ്റി വരണ്ടു. രാജാവ് വരല് പിടിച്ചു. ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, അയാൾ ഭയങ്കര മന്ത്രവാദിയാണ്, അതുകൊണ്ടത് ആ കുളത്തിലെ ജലയാൽ വറ്റിച്ചു കളഞ്ഞു, മന്ത്രവാദത്തിന്റെ ശക്തിയുണ്ട്. അപ്പോ രാജാവ് പറഞ്ഞു, എങ്കിൽ അയാളെ വലിയ മന്ത്രവാദി നമ്മുടെ അടുത്തുണ്ട്, സിഹറും തമ്മിൽ അങ്ങ് ഏറ്റുമുട്ടണ്ടേ എന്ന് പറയുന്നത്. തന്റെ ഒരു ദുർമന്ത്രവാദിയെ വിളിച്ചിട്ട് ഹായിദായോടെ നേരിടാൻ പറഞ്ഞയച്ചു. ഈ ദുർമന്ത്രവാദി ചെന്നിട്ട് പറഞ്ഞു, എടോ ആ അനാസാഗറിലെ വെള്ളം അങ്ങ് എടുത്തു വെക്ക്, എടുത്ത വെള്ളം ഇതൊക്കെ അങ്ങോട്ട് ഒഴിക്ക്, ആ വെള്ളം കൊണ്ട് നീ ഒരു മെസ്മരിസം നടത്തിയിരിക്കുക, അതുകൊണ്ട് ആ വെള്ളം അങ്ങ് ഒഴിക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കാം, പോയ വെള്ളമൊക്കെ തിരിച്ചു കൊണ്ടുവരിപ്പിക്കുകയും ചെയ്യാം, എനിക്ക് വുദൂ ചെയ്യാനും നിസ്കരിക്കാനും ഇസ്ലാമിക പ്രബോധനത്തിന് ഒരു അനുമതി തരണം. ഞാൻ രാജ്യം വെട്ടിപ്പിടിക്കാൻ വന്ന ആളൊന്നുമല്ല, അധികാരക്കസേരയ്ക്ക് വേണ്ടി വന്ന ആളല്ല. എന്റെ ഉദ്ദേശം സത്യമാർഗ്ഗം ഇവിടെ പ്രചരിപ്പിക്കുക, ആളുകൾക്ക് സന്മാർഗം പറഞ്ഞു കൊടുക്കുക, ആളുകളെ സൽപാന്താവിലേക്ക് നയിക്കുക, അത് മാത്രമാണ് ഇതിനെ സമ്മതിക്കണമെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഈ മന്ത്രവാദി പറഞ്ഞത് സാധ്യമല്ല, നീ ആ വെള്ളം ഒഴിക്കുന്നവർ. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന് ഉറപ്പ് കിട്ടാതെ വെള്ളം ഒഴിക്കില്ല.
ആ സമയം മന്ത്രവാദി തന്റെ കൈയിങ്ങെടുത്തിട്ട് അന്തരീക്ഷത്തുമ്പ് കുറച്ച് ഭസ്മം അങ്ങെടുത്തു. എന്നിട്ട് ആ തടാകത്തിന്റെ നടുക്കിലേക്ക് എറിഞ്ഞപ്പോൾ തടാകത്തുനിന്ന് ശക്തമായിരിക്കുന്ന ഒരു തീയങ്ങ് പുറപ്പെട്ടു. ആ തീയ് ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല അൻഹുവിനെ വിഴുങ്ങാൻ, തന്റെ ഖാദിമീങ്ങളെ മുരീദന്മാരെ വിഴുങ്ങാൻ ഒരു വലിയ തീ ഇങ്ങനെ വരുമ്പോ എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ. ആ തീ നേരിലേക്ക് വരുന്ന സമയത്ത് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ദുആ ചെയ്തു. തന്റെ സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അഗ്നിയുടെ നേർക്ക് ഖാജ റളിയല്ലാഹു അൻഹു കൈകൊണ്ടങ്ങ് തടഞ്ഞപ്പോൾ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം, ആ തീ നിമിഷങ്ങൾക്ക് അണഞ്ഞുപോയി, കെട്ടുപോയി. ആ സമയത്ത് ദുർമന്ത്രവാദി പറയാണ്, എടോ നീ പഠിച്ച് പായ്ക്ക് തെളിഞ്ഞ മന്ത്രവാദിയാണ്, എന്റെ അഗ്നിയെ നീ നിഷ്ഫലമാക്കി കളഞ്ഞു, അതുകൊണ്ട് നിന്നെ നാഗങ്ങളെ കൊണ്ട് കൊത്തിച്ചു കൊല്ലുകയാണ്, നിനക്ക് വളരെ നീചമായ മരണമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ മന്ത്രവാദി തന്റെ കൈകൊണ്ടെന്നടിച്ചു. അജ്മീറിന്റെ 4 ഭാഗത്ത് ചെതറിക്കിടക്കുന്ന പർവ്വതങ്ങളിലേക്ക് കൈകൾ കാണിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ പർവ്വതത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ പാമ്പുകൾ ഖാജാനെ പിഴിഞ്ഞാൻ പറ്റത്തിലുള്ള വലിയ അന്നക്കോണ്ടകളെ പോലത്തെ പാമ്പുകൾ ഖാജായുടെ നേർക്ക് വായും പിളർത്തിക്കൊണ്ട് വരുമ്പോൾ കൂടെ നിൽക്കുന്ന മുരീദന്മാര് പറയാണ്, തങ്ങളെ ഇത്ര വലിയ പാമ്പുകളെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോ മുരീദില പേടിക്കണ്ട, അല്ലാഹു നമ്മളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഖാജ അവരെ സമാധാനിപ്പിക്കപ്പെടുകയാണ്. ആ പാമ്പുകൾ തന്റെ അടുത്തങ്ങ് എത്തിയപ്പോൾ കാലിൽ കിടക്കുന്ന മെഗടിയെടുത്ത് ആ പാമ്പുകളുടെ ഇടയിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മോചനത്തിന് സമാനത കാണിച്ചുകൊണ്ട് ആ മകിടി ഒരു വലിയ പാമ്പായി മാറുകയോ, വന്നുകൊണ്ടിരിക്കുന്ന ദുർമന്ത്രവാദികളെ ചെറിയ ചെറിയ പാമ്പുകളൊക്കെ ഈ വലിയ പാമ്പ് പിടിച്ചങ്ങ് തിന്നുകളഞ്ഞു. അവസാനം ആ മെകിടിയായി മാറി. ആ മെകിടി ഖാദികടുത്ത് കാലിലങ്ങ് ധരിച്ചപ്പോൾ ഈ ദുർമന്ത്രവാദി പറയാണ്, എന്റെ അവസാനത്തെ അടവും ഞാൻ നിന്റെ അടുത്ത് ഇറക്കാൻ പോകുന്നു, ഇതോടുകൂടെ നിന്നെ കൊന്ന് കുളത്തിലെറിയും ഞാൻ. എന്താണ് അവസാനത്തെ അടവ്? ഇയാൾ പറയാണ്, ഞാൻ ആകാശത്തിലൂടെ പറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇയാൾ ഉയർന്നങ്ങ് നിന്നതും ആകാശത്തിലോട്ട് പറക്കാൻ തുടങ്ങി. ചിറകില്ലാതെ ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങിയ സമയം ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു നേരത്തെ എടുത്ത് മ്യാതെ പാമ്പാക്കി മാറ്റിയ മെഗടിയുണ്ടല്ലോ, ആ മെഗടി ഇങ്ങെടുത്തിട്ട് കാലിന്മ ഊരിയിട്ട് ആകാശത്തിലോട്ടങ്ങ് ചുഴറ്റി എറിഞ്ഞിട്ട് പറഞ്ഞു, ആ പറന്നുകൊണ്ടിരിക്കുന്നവനെ കീപ്പോട്ടിറക്കണം. മെഗടി അങ്ങ് പറന്നു ചെന്നു. അതാ പറന്നുകൊണ്ടിരിക്കുന്നവന്റെ തലക്കങ്ങിയടക്കോരെ മേട്ടങ്ങ് കൊടുക്കാൻ തുടങ്ങി. അടിയങ്ങ് കിട്ടാൻ തുടങ്ങിയപ്പോ ഈ ദുർമന്ത്രവാദി കീപ്പോട്ടി ഇറങ്ങി. അയാൾ 2 കയ്യും കെട്ടുനിന്ന് വിറച്ചുകൊണ്ട് പറയാണ്, യാ മുഈനുദ്ദീൻ, ഞാൻ തോറ്റിരിക്കുന്നു. നിന്റെ കയ്യിലുള്ളത് മന്ത്രവാദമല്ല, സിഹറല്ല, നിന്റെ കയ്യിലുള്ളത് ആപചാര്യമല്ല, മസ്മരിസമല്ല, തികച്ചും അത് ദൈവീകമായ കഴിവ് തന്നെയാണ്. അതുകൊണ്ട് ഞാനിതാ വിസ്തരിച്ചിരിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഖാജായ മുരീദിന്റെ ഭാഗത്തേക്ക് ആ മന്ത്രവാദി മുരീദായി മാറി. വിവരം ആ നാട്ടിലുള്ള ജനങ്ങൾ അറിഞ്ഞു. ഒരൊറ്റ ദിവസം കൊണ്ട് 20,000 മനുഷ്യർ ഈ കറാമത്ത് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമത്തിലേക്ക് കടന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഔലിയാക്കളുടെ മാർഗത്തിലൂടെയാണ്.